ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇതേപോലെ കഴിച്ചതിനിടുമ്പോൾ കണ്ടോ കറയും കിടക്കും, ഒറ്റ കൈ കൊണ്ട് ഇടാൻ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഹെയർ പിൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊളുത്തിയിടാനായിട്ട് പറ്റും. കണ്ടോ ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ കൊളുത്തിയിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചോപ്പറൊക്കെ മേടിക്കുമ്പോഴത്തേന് കണ്ടോ വലിക്കുമ്പോൾ ബെൻഡായി പോവും. അപ്പോൾ അതിൻ്റെ ആ ചരടിൽ കുറച്ച് വാസലിൻ തേക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കട്ടിയുള്ള ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അതേപോലെ കുറച്ച് വാസലിൻ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മിക്സിയുടെയൊക്കെ ജാറിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഫംഗസ് പിടിച്ചിട്ട് ഉണങ്ങിയിരിക്കും, പോകാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടർന്ന് പോവുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ പഴയ ബ്രഷ് ഉണ്ടല്ലോ, പല്ല് തേക്കുന്ന ബ്രഷ് ഒഴിച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ വിനാഗിരി ഒഴിച്ചിട്ട് 10 മിനിറ്റ് വെച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. അതേപോലെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ആവശ്യമുള്ളവരെ കാണുക.